അമ്മയുടെ ഈ തിരുനടയിൽ രണ്ടാം പ്രാവശ്യവും കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയ് ജോൺ, കോതമംഗലം രൂപത, പൈങ്ങോട്ടൂർ ഇടവകയാണ്. 2017 ആദ്യമായി ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണുവാനും ഈ പള്ളിയിൽ വരുവാനുമുള്ളതായ അനുഗ്രഹം അമ്മ എനിക്ക് നൽകിയത്. അവിചാരിതമായിട്ടാണ് ഇവിടെ വരുവാൻ സാധിച്ചത്. അല്ലാതെ ആരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ പത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് യാതൊരു രീതിയിലും അല്ല. ഈ വഴിക്കൂടെ പോയപ്പോൾ കൃപാസനം എന്നുള്ള ആ പച്ച ബോർഡ് കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തി ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ ഞാൻ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. എനിക്ക് യാതൊരു രീതിയിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാനോ മുമ്പോട്ട് പോകാനോ ഒരു രൂപ വണ്ടിക്കൂലിക്ക് എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിലുള്ള വിഷമിച്ച് ഇരിക്കുന്നതായ ഒരവസരത്തിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് പോയതിന് ശേഷം അന്ന് തന്നെ എനിക്ക് 1,35,000 രൂപ ഒരാൾ തരാനുണ്ടായിരുന്ന പൈസ എനിക്ക് തരികയും ഇത് ഞാൻ ഇതിനു മുമ്പ് 2019 ഒരു സാക്ഷ്യത്തിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നില്ല. 87 കേസ് എൻ്റെ പങ്കുകാരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമൊക്കെ ആയിട്ട് എൻ്റെ പേരിൽ കേസുകളുണ്ടായി. പോലീസ് സ്റ്റേഷൻ മുതൽ 9 കോടതികളിൽ 5 ജില്ലകളിൽ ആയിട്ട് 9 വക്കീലന്മാരെ വെച്ച് കേസ് നടത്തേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം അമ്മ മാതാവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു സമയബന്ധിതമായിട്ട് അതെല്ലാം കൂടി സെറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ സെറ്റിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് സ്ഥലങ്ങൾ വിൽക്കാനും എൻ്റെ ഹോട്ടലുകൾ ഏതാണ്ട് 9ഓളം മുന്നേ ഹോട്ടലുകളുണ്ടായിരുന്നു. അതിൽ 6 ഹോട്ടലുകളും വിറ്റുപോയി. അപ്പോൾ ആ ഹോട്ടലുകളെല്ലാം വിൽക്കുവാൻ സാധിച്ചതിൻ്റെ വലിയ വിലയ്ക്കില്ല. എന്നിരുന്നാൽ തന്നെയും കുറേശ്ശെ കാശ് കിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെ എൻ്റെ കടബാധ്യതകൾ എല്ലാം മാറ്റാനായിട്ട് സാധിച്ചു. എനിക്ക് 25 കോടി രൂപയോളം വരുന്ന ബാധ്യത ഉണ്ടായിരുന്നു. ആ 25 കോടി രൂപ എൻ്റേതായ കാരണങ്ങൾ കൊണ്ട് വന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല. പക്ഷേ പല രീതിയിൽ 3 കോടി രൂപയാണ് കടമെടുത്തത്. ആ 3 കോടി രൂപ കടമെടുത്ത കാശ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ആളുകളെല്ലാം എന്നെ ഉപേക്ഷിക്കുകയും എന്നോടുള്ള സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നവരെല്ലാം ശത്രുവായിട്ട് മാറി. ഞാൻ സഹായിച്ച ആളുകളെല്ലാം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ പരമായിട്ടാണ് ഈ ഹോട്ടലുകളെല്ലാം 2013 അടഞ്ഞു പോയത്. ബാർ ഹോട്ടൽസ് ആയിരുന്നു. ബാർ ഹോട്ടലുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായ ദുരിതം എന്ന് പറയുന്നത് എനിക്ക് തന്നെയല്ല, മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്കും എല്ലാം ബാധിച്ച ഒരു പ്രശ്നമായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നെ എനിക്ക് പുറത്തിറങ്ങാനോ യാത്ര ചെയ്യാനോ കയ്യിൽ കാശും ഇല്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ് കൃപാസനത്തിൻ്റെ ഈ പച്ച ബോർഡ് കണ്ട് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. 2017 അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. അന്ന് ഞാനിങ്ങോട്ട് പോയി ഒരാളോട് വഴക്കൂടാനായിട്ടാണ് പോയത്. വഴക്കൂടി എനിക്ക് ഇത്തിരി പൈസ തരാനുള്ളത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ആ പൈസ അന്ന് ചെന്നപ്പോൾ തന്നെ അവിടെ പൈസ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ പൈസ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടെ കയറി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് ആ മാസം തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ 15 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ഉടമ്പടി പുതുക്കി. ആ പുതുക്കിയതിൽ 11ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആണ് എനിക്ക് എൻ്റെ കടബാധ്യതകൾ കുറച്ച് തീർക്കുവാനായിട്ട് സാധിച്ചത്. ഒരു ബാങ്ക് തന്നെ 15 കോടി രൂപയായതായിരുന്നു. ആ ബാങ്ക് ഏതായാലും ആ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് അമ്മയുടെ സഹായത്താൽ വളരെ അധികം വിട്ടുവീഴ്ചയോടുകൂടി 3 കോടി രൂപയ്ക്ക് അത് ഇളച്ചു തരികയും 3 കോടി രൂപ ഞാൻ എൻ്റെ ഹോട്ടലുകളിൽ വിറ്റപ്പോൾ എനിക്ക് ആ കാശ് കടം അടച്ച് തീർക്കുവാനും സാധിച്ചു. അങ്ങനെ ഇതിനു മുമ്പ് ഈ ബാങ്ക് മറ്റാർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഏതായാലും എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ വഴിയായിട്ട് എനിക്ക് ലഭിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ എനിക്ക് ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴത്തേനും 13ലെ പ്രതിസന്ധി വന്നപ്പോഴത്തേനും മക്കളും ഞാൻ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യുമോ, അത് കാരണം അവർ മറ്റു പരിപാടിക്കൊന്നും പോകാതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവർക്ക് കല്യാണം പോലും വേണ്ട എന്നുള്ള രീതിയിൽ അവർ നടന്നു. 22, 23 വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം ആലോചിക്കാൻ പോലും അവർ തയ്യാറായിട്ടുള്ളൂ. 24 കല്യാണം ആലോചിച്ചപ്പോൾ പിടിയിൽ നിന്ന് തന്നെ കല്യാണം വരികയും ആദ്യം മോൻ്റെ കല്യാണമാണ് നടന്നത്, ഉറപ്പിച്ചത്. ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളുടെ കല്യാണം കഴിയാതെ മോൻ്റെ കല്യാണം നടത്താൻ പറ്റില്ല, ഇത്തിരി സമയം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അവർ അംഗീകരിക്കുകയും പിടിയിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും
അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ച് തന്നെ നടക്കും, ഒന്നും വിഷമിക്കണ്ട, മോളുടെ കല്യാണം എത്രയും വേഗം നടന്നോളൂ എന്ന് പറഞ്ഞ് വിട്ടു. ഏതായാലും മെയ് 1-ാം തീയതി മോളുടെയും മെയ് 7-ാം തീയതി മോൻ്റെയും കല്യാണം ഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ നടത്തുവാൻ അമ്മ മാതാവ് സഹായിച്ചു. കാനായിലെ കല്യാണം പോലെ തന്നെ കാശൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും കാണാതെ അത് രണ്ടും നല്ല 2 മക്കളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വീട് വളരെ കാലങ്ങളായിട്ട് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. ആ വീട് റെനോവേഷൻ നടത്താൻ പോലും നിവൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസം വാടക വീട്ടിലേക്ക് മാറിയായിരുന്നു. 5-6 വീടുകൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ വീട് ഒരെണ്ണം ഞാൻ ബ്രദറിന് കൊടുത്തു, വേറെ ഒരു വീട് വേറെ പെങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തു. ഇങ്ങനെ പല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് വീടുകൾ ഓരോന്നായിട്ട് പോയി. അവസാനം ഈ ഒരു വീട് ഇങ്ങനെ കിടന്നപ്പോൾ ആ വീട് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കിയത്. അതിനിടയ്ക്കാണ് ഈ കല്യാണാലോചന വന്നപ്പോഴും അവരാരും വീടൊന്നും നോക്കിയില്ല. ഏതായാലും ആ വീട് പുനരുദ്ധരിക്കാനും നല്ല രീതിയിൽ ആ വീടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതും അമ്മയുടെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഹോട്ടൽ അതുപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ഹോട്ടലുകളിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഉള്ളത്. ആ ഹോട്ടലിൽ ലീസിന് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ കുറേ സ്ഥലങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിച്ചു. ഇനിയും കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനും പാകത്തിനുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് എൻ്റെ കുറച്ച് ബാധ്യതകളും കൂടെ കൂടി തീരാനുണ്ട്. ഏതായാലും പരിശുദ്ധമ്മയുടെ സഹായം എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ഉണ്ട്. ഞാനൊരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവിടെ വീട്ടിൽ ഈ പിടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ പിടി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ അരിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നിരീശാല അമ്മയെ പിടിയായി എന്ന് പറയുന്ന ഒരു നേർച്ച. അപ്പോൾ നിരീശാലയിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടി പൊട്ടിപ്പോവില്ല എന്നാണ് അമ്മച്ചി അന്ന് എനിക്ക് ഞങ്ങളെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഏതായാലും ആ പള്ളി ഞങ്ങളുടെ ഒരു മുൻജന്മം പള്ളിയായിരുന്നു. കാരണന്മാരായിട്ട് അവിടെ സ്ഥിരം ഇങ്ങനെ പോകും. അവരുടെ കൂട്ടത്തിൽ എനിക്ക് അവിടെ പോകാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ പല പള്ളികളിലും മാതാവിൻ്റെ പള്ളികളിലും എല്ലാം തന്നെ എനിക്ക് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല, എന്നാൽ തന്നെ വളരെയധികം പള്ളികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും പോകാനും 1971 മുതൽ വേളാങ്കണ്ണിയിൽ പോകാനുള്ള അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് പല മേഖലകളിലും ഉള്ള ആളുകൾക്ക് കൊടുക്കുകയും ഞങ്ങളെ ഇടവക പള്ളിയിൽ കൊടുക്കുകയും അവിടെ നിന്നുള്ള ധാരാളം ആളുകളെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് പല അവസ്ഥയിലുള്ളവർക്ക് രോഗം മാറുകയും കല്യാണത്തിൻ്റെ കാര്യങ്ങളും അതുപോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവിടെ നിന്ന് ബസ്സിൽ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരികയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയുടെ ഒരു ഗ്രൂപ്പ് അവിടെ തുടങ്ങുന്നതിനും അതിന് വീടുകളിൽ എൻ്റെ വീട്ടിലും സഹോദരങ്ങളുടെ വീട്ടിലുമൊക്കെ പോയി ഞാനത് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരവസരവും എനിക്ക് ലഭിച്ചു. അതുകൂടാതെ പ്രത്യാശ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതെനിക്ക് 85-ൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെ ബൈബിളിങ്ങനെ കൊത്തി മറിച്ചിട്ട് ആ വാക്യം എനിക്ക് കൃത്യമായിട്ട് വായിക്കുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് അന്ന് ലഭിക്കുകയും ആ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഇതാണെന്ന് തോന്നണം എപ്പോഴും എനിക്ക് അമ്മയോട് വളരെയധികം അടുപ്പവും വളരെയധികം സ്നേഹവും ബഹുമാനവും എപ്പോഴും അമ്മ എൻ്റെ സഹായത്തിന് എപ്പോഴും കൂടെ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴും മറ്റ് പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും ഈ പിള്ളേരൊക്കെ തന്നെ ഇങ്ങനെ കടവും പരിപാടിയൊക്കെ വന്നപ്പോഴത്തേനും അവർ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഓർക്കുന്ന ഒരു വചനമാണ്. അതുപോലെ മറ്റുള്ള കാരുണ്യപ്രവർത്തികളായിട്ട് ഞാനൊരു ലവ് ഹോം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് അവിടെ ഒരു പ്രായമായ ആളുകളുടെ ഈ അനാഥ ആയിട്ട് ആളുകൾക്കുണ്ട്. 170ഓളം തന്നെ ആളുകളുണ്ട്. അവർക്ക് എല്ലാ മാസവും ഒരു ദിവസത്തെ ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ ശാലോം ഭവനും ഇവിടെ കോട്ടയത്തുള്ള നവജീവൻ ഇവിടെയൊക്കെ പോവും, അവിടെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവിടെ ആഹാരം പാകം ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ വർത്തമാനം പറയാനും ഒക്കെ ആയിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഉപ്പ് എണ്ണ ഇതെല്ലാം മറ്റുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ഞാനത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ കേസൊക്കെ വന്നപ്പോഴത്തേനും കോടതിയിലെല്ലാം ഞാൻ പോയിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഈ ബാങ്കിൽ ചെന്നപ്പോഴും സെറ്റിൽമെൻറ്റ് ചെന്നപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബാങ്കുകാർക്ക് ഏതായാലും
എനിക്ക് അങ്ങനെ ഒരു വലിയ ഇളവ് ഒരു ബാങ്കും ചെയ്യാത്ത രീതിയിലുള്ള ഒരിളവ് എനിക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. വീട് പണിത് അനേകം ആളുകൾക്ക് ചെറിയ വീടുകളൊക്കെ ഒരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ മുടക്കിയുള്ള വീടുകൾ വരെ ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചികിത്സാ സഹായങ്ങളും പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അനേകം പിള്ളേരെ ഒരു കൊച്ച് രക്ഷപ്പെടുകയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർക്ക് നേഴ്സിംഗായിട്ടും എൻജിനീയറിംഗായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അവർ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ അച്ഛന്മാർ ഏതാണ്ട് 4-5 അച്ഛന്മാർക്ക് പഠിക്കുവാനുള്ള സഹായം ഈ സെമിനാരികളിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് കാശുണ്ടാവില്ല, അപ്പോൾ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ 2017 ഡിസംബർ 26 പപ്പ ഇവിടെ ആദ്യമായിട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ അന്നേരം ഈ പറഞ്ഞ പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് മാറി എറണാകുളത്ത് വാടകയ്ക്ക് നിൽക്കുമായിരുന്നു. കാരണം നമുക്ക് നിലനിൽപ്പ് വലിയ വിഷയമായിരുന്നതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽ പപ്പയുടെ കൂട്ടത്തിൽ ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോവിഡിന് തൊട്ട് മുന്നേ 6 മാസം ആയിട്ട് ഞാൻ പ്രേക്ഷിതയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് എവിടെ പോയി ഒന്നും ചെയ്യാൻ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് വേറെ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉള്ള സമയം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇരുന്നോട്ടെ എന്ന്. അന്ന് ആരും എടുക്കാറില്ല ഇവിടെ. അപ്പോൾ ആ സമയത്ത് ആകെ ജോമോൾ ചേച്ചീനെ മാത്രമല്ലാതെ പുറത്തുനിന്ന് വേറെ ഒരാളെ എടുക്കുന്നില്ല പ്രേക്ഷിതയായിട്ട്, വേറെ ഈ നാട്ടിൽ നിന്നല്ലാതെ. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ച് അങ്ങനെ ആ സമയത്ത് മെസ്സേജ് കിട്ടിയതനുസരിച്ച് എനിക്ക് 6 മാസം നിൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്തിരുന്ന് ഞാൻ മാതാവിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പല സമയത്തായിട്ട് നടന്നു കിട്ടിയതിൻ്റെ സാക്ഷിയാണ് ഇപ്പം പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്തുണ്ടായിരുന്ന കല്യാണത്തിൻ്റെ ആയിക്കോട്ടെ, വീട്ടിലെ വിഷയങ്ങൾ ക്രമീകരിച്ച് കിട്ടിയതായിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങളുടെ കുറേ നാളത്തെ വിഷയങ്ങളായിരുന്നെങ്കിലും അത് നടന്നു വന്നപ്പം സമയബന്ധിതമായിട്ട് നമുക്ക് നടന്നു കിട്ടി. അതിൽ ഞാൻ ചോദിക്കാത്ത പോലും റിക്വയർമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് ഒത്തിരി ആലോചനകൾ വന്നെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്ന് ഓരോ പ്രാവശ്യം മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ തന്നെ ആ ആലോചന എങ്ങനെയെങ്കിലും ഈശോ നോ പറയണേ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അച്ഛനോ ഓൾറെഡി എനിക്ക് വേണ്ടി മെസ്സേജ് എടുക്കുമ്പോൾ പറയണ, ഈ പ്രാവശ്യം ആലോചിക്കുക, ഇത് ഞാൻ മെസ്സേജ് എടുക്കും, പക്ഷേ എന്ത് ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓക്കെ പറയണം, നോ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അവസാനം എനിക്കാണെങ്കിൽ ഓരോ മെസ്സേജും വരുമ്പം കുഴപ്പമില്ല, അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ്, പക്ഷേ അത് നടന്നില്ല അവസാനം. അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ 2024 ജനുവരി 2024 വന്നിട്ട് പപ്പ അച്ഛനെ ഫൈനലി മെസ്സേജ് എടുത്തു. നമ്മൾ അന്നേരത്തേനും എനിക്ക് 36 വയസ്സ് ആവും പോയായിരുന്നു. അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞു, ഞാനാണ് മൂത്തത്. അപ്പം അച്ഛൻ പറഞ്ഞത് മക്കൾക്ക് 2 പേർക്കും ഒരുമിച്ചായിരിക്കും വിവാഹം നടക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് വീടിൻ്റെ റെനോവേഷൻ നടന്നിട്ടില്ല, സാമ്പത്തികം ഇത് ആയിട്ടില്ല. അപ്പം നമ്മൾ ഓരോ ആലോചന വരുമ്പം എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ പോസിബിലിറ്റി നമുക്ക് കാണാനില്ല, അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഈ ജനുവരി 2024 അച്ഛൻ ഇങ്ങനത്തെ മെസ്സേജ് പറഞ്ഞു, ഞാനും പപ്പയും പോയി. അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു 6 മാസത്തിനുള്ളിൽ ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്ന്. അപ്പം കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും അനിയന് ആലോചന വന്നു, അത് ഉറച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും പപ്പയും ഇരിക്കുമ്പം നമുക്ക് ക്ലൂലെസ്സാണ്, കാര്യം നല്ലൊരു കാര്യമാണ്, പക്ഷേ അപ്പോഴും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പോയി ഫേസ് ചെയ്യുമ്പം അത്ര സുഖമൊന്നുമില്ല. നമ്മളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് തന്നെ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയും, നിൻ്റെ അനിയന് നീ ഒരു ഭാരമാണെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് എവിടെയെങ്കിലും പോവാം, അനിയൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോവാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം മെയ് മാസം അനിയൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു, പക്ഷെ പുറത്താർക്കും കാണത്തില്ല. അങ്ങനെ അവസാനം സെപ്റ്റംബർ ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പം ഒക്ടോബർ ജപമാല റാലിയിൽ
നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. ഒക്ടോബർ ജപമാല റാലിയുടെ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ജപമാല റാലിക്ക് മുന്നേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അടയാളം തരണം, നടക്കുകയാണെന്നുണ്ടെങ്കിൽ, വാശിയൊന്നുമല്ല, നടക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ പപ്പയുടെ അടുത്തും പറഞ്ഞു, പപ്പ ഞാനിങ്ങനെ ഈ ഡേറ്റ് ഇട്ടു, ഞാനിപ്പോൾ ഇതുവരെ ചോദിച്ചതിൻ്റെ അകത്ത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചിലപ്പോൾ ചോദിച്ചു കാണില്ല, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വചനമാണല്ലോ ദൈവത്തിൻ്റെ. അപ്പം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷെ നല്ല മേ ബി എനിക്ക് കുറേ പേടികൾ കാരണം ഇതെല്ലാം നന്നായി അലൈൻഡായിട്ട് വരില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എപ്പോഴും. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ, അത് ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് ഓൾറെഡി അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ലൈക്ക് ഞങ്ങളെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ ആരും ഒരു നോർമലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി ഈശോയായിട്ട് വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം അമ്മേനെ പോലെ, സ്വന്തം കുടുംബം പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഒക്ടോബർ 26 ജപമാല റാലിയിൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ, ഒരാഴ്ചയല്ല 2 ആഴ്ചയ്ക്ക് മുന്നേ അങ്ങാണ്ട് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അടയാളം തരണം, ലൈക്ക് അപ്പം എനിക്ക് ഹാപ്പി ആയിട്ട് ടെസ്റ്റിമണി ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും. ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ നടക്കുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ നടക്കും, നടക്കാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ ഇതിങ്ങനെ ഇതിനു മുന്നേ ഒരു അടയാളം തന്നാൽ എനിക്കത് ഹാപ്പി ആയിട്ട് താങ്ക്സ് ഗിവിങ് ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്ടോബർ 21 പെണ്ണ് കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു ആക്ച്വലി. അപ്പോൾ അത് കൺഫേമായി. May 1 അങ്ങനെ എൻ്റെ കല്യാണവും May 7 അനിയൻ്റെ കല്യാണവും നടന്നു. എൻ്റെ പേര് ജോണി. ഞങ്ങൾ 2 പേരുണ്ട്. ഞാൻ ഏറ്റവും ഇളയ മകനാണ്. എൻ്റെ ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ ചെറുപ്പം മുതലേ എനിക്ക് തന്ന വിദ്യാഭ്യാസത്തിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ മാതാവിനെ എപ്പോഴും ആശ്രയിക്കാനുള്ള ഒരു ഇത് ചെറുപ്പം മുതലേ ഈ ചാച്ചനാണെങ്കിലും പപ്പയാണെങ്കിലും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ 2013 കാനഡയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പപ്പയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അന്നേരം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്നേരം എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ജീവിക്കും, കാരണം സ്വത്തുക്കളുണ്ട്, അനേക കോടികളുടെ സ്വത്തുക്കളുണ്ട്, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കേസോട് കേസ് ഇങ്ങനെ നിൽക്കുന്നു, അപ്പോൾ എങ്ങനെ ജീവിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, മാതാവ് നോക്കിക്കോളും, മാതാവിനോട് പ്രാർത്ഥിക്കുക. എന്ത് ടെൻഷൻ വന്നാലും, ഇപ്പോൾ കടക്കാർ വന്നാലും ബാങ്കുകാർ വന്നാലും ജപ്തി ചെയ്യാൻ വേണ്ടി വന്നാലും എല്ലാം മാതാവിനോട് നോക്കിക്കോളും, പ്രാർത്ഥിക്കുക, മാതാവ് ഇടപെടും, വിശ്വസിക്കുക. ആര് എന്ത് പറഞ്ഞാലും ആരോടും പപ്പ കംപ്ലൈൻറ്റ് പറയണം ഞാൻ കേട്ടിട്ടില്ല. ഒരു മനുഷ്യനെ പോലും പപ്പ വെറുപ്പിച്ചിട്ടില്ല. പപ്പയുടെ അടുത്ത് വളരെ മോശമായിട്ട് പോലും ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ പാടില്ലാത്ത ആളുകൾ വരെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും അതെല്ലാം പപ്പ ക്ഷമയോടുകൂടി കേൾക്കുകയും അവർക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം മാതാവിനെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഇത്രയും നാളും നിന്നത്. കാര്യങ്ങളെല്ലാം അച്ഛനും ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെയും ചേച്ചിയുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ പറ്റി. അതുപോലെ ഞങ്ങൾക്കൊരു ഭവനം ലഭിച്ചു, വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടന്നു. പിന്നെ കല്യാണമാണെങ്കിലും എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെയും ചേച്ചിക്കും നല്ലൊരു ജീവിത പങ്കാളിയെയും കിട്ടി. ഇതെല്ലാം ചെയ്തെന്ന് മാതാവിന് 1 കോടി നന്ദി. അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ 1 കോടി നന്ദി പറഞ്ഞോളൂ. സങ്കീർത്തനങ്ങൾ 86, 9, 10 തിരുവചനങ്ങൾ. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും, അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു, അങ്ങ് മാത്രമാണ് ദൈവം. ജോയ് ജോൺ എന്ന ഈ പിതാവും 2 മക്കളും ജീവിത പങ്കാളിയും അവരുടെ മക്കളുടെ ജീവിത പങ്കാളിമാരും ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏതാണ്ട് 2013 മുതൽ തുടങ്ങുന്ന കഥയാണിത്. 2017 മുതൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിലെത്തിയ ഉടമ്പടി ജീവിതവുമാണ്. 13 കേരള സർക്കാർ
സ്റ്റാർ 2-3 സ്റ്റാർ ഹോട്ടലുകളിൽ ബാറ് നിരോധിച്ചതോടുകൂടി അങ്ങനെ ഹോട്ടൽ വ്യവസായം നടത്തിയിരുന്ന സഹോദരൻ്റെ ബിസിനസ് മുഴുവനും ആകെ സ്തംഭിക്കുകയും അത് കുറേ പ്രശ്നങ്ങൾ പാർട്ട്ണർഷിപ്പ് ബേസിൽ വന്നു ചേരുകയും അതുതന്നെ 100 കൂട്ടം കേസുകളായി ഒന്നിനു പിറകെ ഒന്ന് മാറുകയും അങ്ങനെ കേവലം 3 കോടി മാത്രം ബിസിനസ് പരമായി ഒരു ബാധ്യതയുണ്ടായിരുന്ന സഹോദരന് മാസങ്ങൾക്കുള്ളിൽ അത് 25 കോടിയായി മാറുകയും തോരാത്ത കേസുകൾ ഒത്തിരി കോടതികളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആ കുടുംബമാണ് ഇന്ന് ഈ അൾത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ കടന്നു വന്ന വഴികളിൽ അമ്മ മാതാവ് എങ്ങനെ തൻ്റെ അങ്കിയിൽ പൊതിഞ്ഞ് ഓരോ സമയത്തും ജോസഫച്ചൻ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഈ കുടുംബത്തെ വിശ്വാസത്തിൽ പ്രത്യാശയോടെ എങ്ങനെ ഉറപ്പിച്ചു നിർത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പച്ചൻ പറഞ്ഞു 2019 ആദ്യത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നുവെന്ന്. 2017 അവിചാരിതമായി ഇവിടെ ഒരു ബോർഡ് കണ്ട് ഇറങ്ങി പ്രാർത്ഥിച്ചു. അത് പറയുന്നുണ്ട്, ഒരു കലഹത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ലഭിക്കാനുണ്ടായിരുന്ന ഒരു അല്പം പണം എടുത്ത് കയ്യിലോട്ട് കൊടുത്തു, ഒന്നും മുഖം ചുവക്കാതെ തന്നെ. അങ്ങനെ തിരികെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് ഉടമ്പടിയെടുത്ത് തുടങ്ങിയ ഒരു ബന്ധമാണ്. ആ ബന്ധമാണ് ഏറെ ക്ലേശാവസ്ഥകളിലൂടെയൊക്കെ ജീവിതം പോയപ്പോഴും ഒരിക്കൽ പോലും സങ്കടമില്ലാതെ അമ്മ മാതാവ് നോക്കിക്കൊള്ളും. അതാണ് മകൻ അവസാനം പറഞ്ഞു വെച്ചത്. കാനഡയിൽ പഠിച്ച് ഒരുപക്ഷെ ഈ 10-12 വർഷം കൊണ്ട് എത്രയോ നല്ല ഉയരങ്ങളിൽ ജീവിതം എത്തിച്ചേരേണ്ട മകൻ ഈ കുടുംബത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ കാരണം തിരികെ പോരുമ്പോൾ തിരികെ എത്തുന്ന മകനോട് അപ്പൻ ഒന്നേ പറഞ്ഞുള്ളൂ, ആരോടും ഒന്നിനും നമ്മൾ കയർക്കാൻ പോവില്ല. ഇതിന് ദൈവം മാത്രമാണ് ഇതിന് ഉത്തരം നൽകാനുള്ളത്, സഹായിക്കാനുള്ളത്. അതുകൊണ്ട് അമ്മ മാതാവ് എല്ലാം നോക്കിക്കൊള്ളും. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വെക്കണമെന്ന് ജോസഫച്ചൻ ആവർത്തിച്ച് നമ്മളോട് പറയുമ്പോൾ ഓർക്കണമേ, നമുക്ക് ചിന്തിച്ച് പരിഹാരം കണ്ടെത്താനാവാത്തത്, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാനാവാത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കെട്ടടിക്കുന്നത് പോലെ ഓരോരോ വിഷയങ്ങളും പരിഹരിച്ച് സമാധാനത്തിലേക്കും സുരക്ഷിതമായ ജീവിത സാഹചര്യത്തിലേക്കും കൂടുതൽ ശ്രേയസ്സുള്ള നാളുകളിലേക്കും അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പച്ചൻ്റെ വലിയ കടബാധ്യതകൾ മാറിപ്പോയതിനെക്കുറിച്ച്, ഒരു ബാങ്ക് തന്നെ 15 കോടിയുടെ കടം 3 കോടിയായി അത് ഇളവ് ചെയ്ത് അത് പരിഹരിക്കുവാൻ സഹായിച്ചതിനെക്കുറിച്ച്, 2 മക്കളുടെയും വിവാഹം ജോസഫച്ചൻ സന്ദേശമെടുത്ത് കൊടുത്തു. 6 മാസത്തിനുള്ളിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ കുടുംബത്തിനകത്ത് വരും, 2 പേരും വിവാഹിതരാകും, 36-ാമത്തെ വയസ്സിൽ മകൾക്ക് വിവാഹം വരും. ഇതൊക്കെ ജോസഫച്ചൻ കൈമാറിയ സന്ദേശങ്ങളാണ്. അച്ഛൻ കൈമാറുന്ന സന്ദേശങ്ങളിലാണ് ഈ കുടുംബം എന്നും ആശ്രയിച്ചത്. അച്ഛൻ പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിലും ഈശോയുടെ അരികിലും ചെന്ന് പ്രാർത്ഥിച്ച് എന്താണോ കാതിലേക്ക് സന്ദേശമായി കൊടുക്കുക അത് അച്ചിട്ട് വിശ്വസിച്ച് ജീവിച്ചതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യം. പ്രിയമുള്ളവരെ, ഈ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, നിരന്തരം ദൈവസന്നിധിയിലുള്ള കൂട്ടിരിപ്പ് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തെ പ്രചരിപ്പിക്കുന്നതിനും അത് അനേക ജീവിതങ്ങൾക്ക് ബലപ്പെടുത്തുന്നതിനും വേണ്ടി ജോസഫച്ചൻ ചെയ്തിരിക്കുന്ന വലിയ ശുശ്രൂഷകളുടെ ബലത്തിൽ അച്ഛൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ അച്ഛന് കൈമാറുന്ന സന്ദേശങ്ങൾ ഓരോ കുടുംബത്തിനും സൗഖ്യമായും സംരക്ഷണമായും ശ്രേയസ്സായും മാറുന്നത് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബവും ഈ അൾത്താരയിൽ പറയുക. ഈ അമ്മ മാതാവിൽ ആശ്രയിച്ചു, ഈശോയെ കൂട്ടുപിടിച്ച് നടന്നു, ഉടമ്പടിയിൽ അല്പം പോലും പുറകോട്ട് പോയില്ല. എല്ലാ ക്ലേശങ്ങളെയും പരാജയങ്ങളെയും തകർച്ചകളെയും മാറ്റിത്തന്ന് ഇന്ന് സന്തോഷത്തിൻ്റെ തീരത്ത് അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ എത്തിച്ചുവെന്ന്. അതിനിടയിൽ മകൾ പറയുന്നുണ്ട്, വിശേഷവിദ്യയായി എനിക്ക് ചെയ്യാനായത് 6 മാസം ഒരു പ്രേക്ഷിതയായി ഈ ആലയത്തിൽ അമ്മ മാതാവിന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റി. അച്ഛൻ എപ്പോഴും പറയും, വിശേഷവിധിയായി എന്താ നമ്മൾ ചെയ്യുന്നത്? ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശേഷവിധിയായി എന്ത് ചെയ്താലും അത് ഉപരി നന്മയ്ക്കും വേഗത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാരണമായി തീരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം. ഓരോരുത്തരും
ഇനിയും ഒത്തിരി അവരുടെ ഉള്ളിൽ അമ്മയോട് പറയുവാനുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.